السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമുക്ക് ഫതുഹുൽ മുഈൻ ഇന്നലെ മനസ്സിലാക്കിയതിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. അതായത് കല്ലുകൊണ്ട് മനഹോരം ചെയ്യുന്നതിന്റെ ഒരു മസ്അലയായിരുന്നു നാം പഠിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മനഹോരം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് നമ്മൾ വന്നു. ഇസ്തിൻജാ ചെയ്യല് അത് നിർബന്ധമാണ് എന്നും അത് പുറപ്പെട്ട വസ്തു അത് എങ്ങനെയുള്ളതായിരിക്കണം, അത് വെള്ളത്തോട് മുലവ്വസ ആയതാണ്, അതായത് അതുമായിട്ട് അത് ചേർന്ന് നിന്ന് പുരണ്ടതാണ് എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാം. അങ്ങനെയുള്ളതാണ് എന്നൊക്കെ വിശദീകരിച്ചു വന്നപ്പോഴാണ് വയംബഗിൽ ഇസ്തിർഖാഉ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിച്ചേർന്നത്. ഇസ്തിർഖാ എന്ന് പറഞ്ഞാല് ഒന്ന് തളർത്തിടുക, ഒന്ന് ശ്വാസം ഒന്ന് അയച്ച് ഒന്ന് ശ്വാസത്തൊന്ന് അയച്ചിട്ടിട്ട് ഒന്ന് റിലാക്സ് ആവല് ഏതാണ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാല് എംബഗി എന്ന് പറഞ്ഞാൽ നിർബന്ധമാണെന്ന് അതിന്റെ ഉദ്ദേശം. എവിടെ എംബഗി ഉണ്ടോ അവിടെ അധികവും ഒരു നിർബന്ധത്തിനാണ് അത് കൊടുക്കുക. കാരണം അതിന്റെ അസറുകള്, അതായത് നജസിന്റെ അടയാളങ്ങൾ ഒന്നും ശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫി തളാഇഫി ഷറജിൽ മഖഅദത്തി, ഇരിപ്പിട സ്ഥാനത്തിന്റെ കെട്ടുകളില് അത് ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചുരുളുകൾ ഉണ്ടാവില്ല. നമ്മൾ ഇരിപ്പിട സ്ഥാനത്തിന്റെ ബാക്കിലുള്ളതോടെ തൊലികള് സാധാരണ സ്ഥലങ്ങളെ പോലെ അവിടെ നേരെ മിനുസായിട്ടല്ലല്ലോ, അവിടെ അങ്ങനെ ചുക്കി ചുഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവിടങ്ങളിലൊന്നും അതിന്റെ അസറുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്വാസം അയച്ചു വിട്ട് ഒന്ന് തളർത്തി എന്ന് റിലാക്സ് ആവല് നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ അതിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. മനഹോരം ചെയ്ത് കഴിഞ്ഞാൽ കൈ മണക്കത്തു നോക്കല് സുന്നത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഇബാറത്താണത്. അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് വേണ്ടത്. അല്ലെങ്കിൽ ഔബി സലാസി മസ്ഹാത്തിൻ, 3 തടവൽ കൊണ്ട് നമുക്ക് എന്താവാ ഇസ്തിൻജാ ചെയ്യാം. അപ്പോ 3 തടവൽ എന്ന് പറഞ്ഞാല് 3 കല്ലെടുത്തിട്ട് തടവുക, അല്ലെങ്കിൽ ഒരു കല്ലിന്റെ 3 സൈഡ് കൊണ്ട് തടവുക. തഅമ്മുൽ മഹല്ല, ആ 3 തടവൽ മഹല്ല് നമ്മുടെ നജസായ മഹല്ലിനെ ഇങ്ങോട്ട് ആമാക്കും, എല്ലായിടത്തും എത്തിക്കുന്ന അർത്ഥം. ഫീ കുല്ലി മറത്തിൻ, ഓരോ 3 തടവിൽ എന്ന് പറഞ്ഞാൽ ഓരോ തടവിലും ആ സ്ഥലത്തെ അത് ആമാക്കുന്നു എന്നർത്ഥം. അപ്പൊ ഒരു കല്ലിന്റെ 3 ഭാഗം കൊണ്ടിട്ട് എല്ലാ ഭാഗത്തെയും സ്പർശിക്കുന്ന രീതിയിലാണ് കല്ലുകൊണ്ട് മനഹോരം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ 3 കല്ലെടുത്തിട്ട് അതിന്റെ ഫുൾ ഭാഗങ്ങൾ കൊണ്ടും ആയിരിക്കണം. ഫിക്കുല്ലി മറത്തിൻ, എല്ലാ ഓരോ പ്രാവശ്യത്തിലും അത് ആ സ്ഥലത്തിന് ഇങ്ങോട്ട് ആമാക്കണം, എല്ലായിടത്തും എത്തിക്കണം എന്നർത്ഥം. വിശദമായിട്ട് മനസ്സിലാക്കണേ. തൻഖിയത്തിൻ, ആ മസഹിന് ഉപയോഗിക്കുന്ന സാധനം ശുദ്ധി ഉള്ളതായതോടുകൂടെ അതിൽ തന്നെ ഏതാണ് നജസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എടുത്തത് ഒരു പിട്ടയാണ്, ഉറച്ചു കിടക്കുന്ന പിട്ടകൾ ഉണ്ടാവൂലേ, അതേതാണ്. അതുകൊണ്ടൊന്ന് ജാമിദിൻ, അത് ഉറച്ചതായിരിക്കണം. എടുത്തത് കല്ലാണ്, ആ കല്ലിങ്ങനെ പൊടിഞ്ഞൊരു വെള്ളമുണ്ട്, ആ വെള്ളമുള്ള കല്ലുകൊണ്ടെങ്ങാനും മനോഹരം ചെയ്യാൻ ഇല്ലോടത്ത് അവിടെയും വെള്ളമാണ്. അപ്പൊ അതിലാണ്ട് ഒട്ടിപ്പിടിക്കും. ആയതിലേറെ വെളുക്കാൻ തെച്ചത് എന്താവും, പുള്ളി കൊത്തും എന്ന് നമ്മൾ പറയില്ലേ, എന്നതുപോലെ ആയതിലേറെ എന്താവും കൂടുതലായിട്ട് അതങ്ങനെ കേടുവരുത്തും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല, ബിജാമിദായിരിക്കണം. പിന്നെയോ ഏതെങ്കിലും കല്ല്, വെള്ളാരം കല്ലുകൊണ്ടൊന്നും നിർത്താൻ ശരിയാവൂല. പക്ഷെ ഈ കല്ല് ഏതായിരിക്കണം, നജസിനെ വലിച്ചെടുക്കുന്നതായിരിക്കണം. അത് അവിടെ അങ്ങനെ കൊടുത്താൽ ഇങ്ങോട്ട് പോരുത്, അങ്ങനത്തേതായിരിക്കണം എന്നർത്ഥം, കാര്യമായിരിക്കണം. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കല്ല് കൊണ്ടോ വെള്ളം കൊണ്ടോ എന്ത് ചെയ്യൽ, മനഹോരം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പൊ ഈ തത്തിമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. ഇനി കണ്ടാസിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് എന്താണ് സുന്നത്തുള്ളത്? നമ്മുടെ എപ്പോഴും അറസപാഠ പുസ്തകങ്ങളിൽ വരെ പഠിച്ചതാണ്. കണ്ടാസിൽ പോകുമ്പോൾ സുന്നത്താണ് ചെരുപ്പിടല്, കാലില് പാദരക്ഷ ഉണ്ടായിരിക്കണം. എന്നാൽ യാത്ര ചെയ്യുമ്പോഴോ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴോ അത് സുന്നത്തായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്കത് ചെയ്യൽ മുബാഹ എന്നേ ഉള്ളൂ. ഇവിടെ അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഇടത്ത് കാലുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. വരുന്ന സമയത്ത് വലത്ത് കാലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പ്രവേശിക്കുക. അതൊക്കെ ഒരു ചെറിയ സുന്നത്താണ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശീലിപ്പിച്ച് പഠിപ്പിക്കേണ്ടതുമാണ്. നാം അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇടത്തെ കാലേ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വരികയുള്ളൂ. അല്ലെങ്കിലോ 67 വയസ്സായാലും മരണത്തിന്റെ
നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കുയിലേക്ക് കാലിട്ടാനായ സമയത്താണെങ്കിൽ ഏതെങ്കിലും കാലിട്ടുണ്ട് കയറും, ഏതെങ്കിലും കാലിട്ടുണ്ട് ഇറങ്ങിപ്പോരും ചെയ്യും. അങ്ങനെയല്ല, ഈ കാലാണ് വെക്കേണ്ടത്. കാരണം അതിന്റെ ഉള്ളിലുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന ആളുകൾ അത്ര നല്ല ആൾക്കാരല്ല. ആ നജസിന്റെ മണം കേട്ട് ആസ്വദിക്കുന്നവരാണ് പിശാചികൾ. അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടത്തെ കാല് മതി. ഓലെ ഒരു കോംപ്ലക്സ് അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നതും കൂടി അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരു ഹെക്കുമത്തൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ, എല്ലാം കൂടി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോ അങ്ങനെയാണ് വേണ്ടത്. ഇനി അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വാതിൽക്ക് നിന്നിട്ടാണ് നമ്മൾ അതിലേക്ക് കടക്കുന്ന ദിക്ർ ചെല്ലേണ്ടത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നിട്ടാണ് മനോഹരം ചെയ്തതിന്റെ ശേഷമുള്ളതും നമ്മുടെ ഉച്ചിഷ്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റും കൊണ്ടുവരേണ്ടത്. അതൊന്നുകൂടി ശേഷം പറയുന്നുണ്ടാവും. പക്ഷെ അതടച്ചൊന്നുകൂടി വിശദീകരിക്കാം നമുക്ക്. അപ്പൊ അതാണ് വയുന്തബുലി ദാഖിലിൽ ഖലായി, തണ്ടാസിൽ പ്രവേശിക്കുന്ന ആൾക്ക് സുന്നത്താണ് അൻ യുഖദ്ദിമ യസാറഹു, അവന്റെ ഇടത്ത് കാലിനെ മുന്തിക്കൽ, വയമീനഹു, വലത്തേനെ മുന്തിക്കണം, ലിൻസറാഫിഹിൻ, ഇങ്ങോട്ട് വായിക്കണം, ലിൻസറാഫി, ഖദ്ദാസിൽ തിരിഞ്ഞു വരുമ്പോ വലത്തതും അതിലേക്ക് പ്രവേശിക്കുമ്പോ എടുത്തതുമാണ്. അക്സിൽ മസ്ജിദി, പള്ളി പ്രവേശിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ എതിര്. പള്ളിയിലേക്ക് കടക്കുമ്പോ ഏതാണ്? വലത്തേക്കാലാണ്. പുറത്തേക്ക് വരുമ്പോ ഏതാണ്? ഇടത്തേക്കാലാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇടത്തേക്കാലാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഏതാണ്? വലത്തേക്കാലാണ്. യാത്ര പോവുകയാണ്, ഹജ്ജിനാണ്, ഉംറക്കാണ്, സിയാറത്തിനാണ്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുകയാണ്, അപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ഫാത്തിഹ വിളിച്ചു, ദുആ ചെയ്തു, എല്ലാവരോടും യാത്ര പറഞ്ഞു. കാല് വെക്കേണ്ടത് ഏതാണ്? കാല് വെക്കേണ്ടത് ഏതാണ്? ഇടത്തെ കാലാണ്. എന്നിട്ട് ബിസ്മില്ലാഹി ആമന്തു ബില്ലാഹ് വഅതസംതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ സമഇ നൂറ വഫീ ഉദുനി നൂറ വഫീ ഐനി നൂറ വഫീ യമീനി നൂറ വഫീ ശിമാലി നൂറ വഫീ ഫൗഖി നൂറ വഫീ തഹതി നൂറ വഫീ ജമീഇ നൂറ ബിനൂരിക യാ അർഹമർ റഹീം. ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ടാണ് നമുക്ക് പോരേണ്ടത്. അപ്പൊ അക്സൽ മസ്ജിദ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞേ, രണ്ടാശ്രയിക്കുള്ളതല്ല. അപ്പൊ അക്സൽ മസ്ജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ എതിര് ആ രീതിയിലാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ബഹുമാനിക്കപ്പെടേണ്ടുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കേണ്ടതാണ് എന്നർത്ഥം. അതായത് അള്ളാഹുവിന്റെ പേരോ നബിന്റെ പേരോ മലക്കിന്റെ പേരോ അല്ലെങ്കിൽ വർണ്ണിക്കപ്പെടുന്ന മറ്റു പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വാലിഹീങ്ങളുടെ പേരാണെങ്കിൽ പോലും പറ്റില്ല എന്ന് ശറഹിലുണ്ട്. സാലിഹീങ്ങളുടെ പേരാണെങ്കിലും അതിനെ മാറ്റിവെക്കണമെന്ന് ശറഹിൽ കാണാൻ സാധിക്കും. മനസ്സിലാണ്ടോ? അപ്പൊ അത്രക്കും ശ്രദ്ധിക്കേണ്ടുന്ന സ്ഥലമാണ് എന്നർത്ഥം. അപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ ഇനിയൊരു സംശയം വരും, മൊബൈലൊക്കെ പോക്കറ്റിലിട്ടാണ് ഇതിലേക്കോ മറ്റിലേക്കൊക്കെ പോകാൻ പറ്റും. മൊബൈൽ ഓഫ് ആക്കിയതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ അത് ഓണാക്കുന്നതോട് കൂടെ ഒരു ഖുർആനോ ഹദീസും പിന്നെ മങ്കൂസ് മൗലൂദും മറ്റുള്ളതൊക്കെ ഇതിലുണ്ടാവും. അതൊക്കെ പാടെ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഓഫാക്കിയിട്ടാണെങ്കിൽ നിയമപരമായിട്ട് കുഴപ്പമില്ല. കാരണം അതിന് ശരിക്കാടെ വെളിവായിട്ടില്ല എന്നതുകൊണ്ട്. ഇനി അതിന്റെ അകത്ത് കയറിയിട്ട് അതിരുമനെ കളിച്ചിട്ട് ചെയ്തപ്പോഴാണ് ഏത് വന്നത്? ഖുർആനിന്റെ ആ ആപ്പ് കൊണ്ട് വന്നത്. ഹറാം വന്നു. മനസ്സിലുണ്ടല്ലോ. എന്ന പോലെ അതിന് പേരുകളും മറ്റുമൊക്കെ വെക്കുന്നതിലും ഒക്കെയും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ വേണ്ടത് അവിടേക്ക് പോകുമ്പോ ഈ സാധനം, ഈ കീറാമുട്ടി എന്താക്കുക, എവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് അല്ലെങ്കിൽ റൂമിലോ അല്ലെങ്കിൽ വണ്ടിയിൽ എന്തായിട്ട് പൂട്ടുക. വണ്ടിയിൽ പുറത്തു വെക്കണ്ട. അപ്പോഴല്ലേ ഗ്ലാസ്സിലൂടെ ആരെങ്കിലും കണ്ടിട്ട് വല്ല മാഗ്നറ്റും കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ടൊക്കെ എടുത്തോണ്ടോളൂ. ഉള്ളിൽ എവിടെയും വെക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഇതൊക്കെ മാറ്റി വെക്കാനുള്ള ഒരു പെട്ടിയും ഒരു ശേഖരമൊക്കെ നമ്മളെ പള്ളികളിൽ വരേണ്ടി വരും. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നിപ്പോ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൊബൈൽ ഫോൺ എന്താക്കണം, സ്വിച്ച് ഓഫ് ആക്കണം എന്നാണ്. അത് എഴുതിയേക്കേണ്ടി വന്നു. ഇനി അതല്ല, ഇനി മൊബൈൽ കൊണ്ടുവരരുതേന്ന് എഴുതിയേക്കേണ്ട ഒരു കാലം വരും. കൊണ്ടുവരരുതേ. അത്രക്കും അപകടങ്ങൾ ഞാൻ ബാക്കിൽ വരാനിരിക്കുകയാണ്. ഞാൻ പറയണ്ടല്ലോ, നമുക്കറിയാം. അപ്പൊ ഇനി മൊബൈൽ കൊണ്ട് പള്ളി കിടക്കരുതേന്ന് എഴുതിയേക്കേണ്ടി വരും. അങ്ങനെ അവിടേക്ക് പോവുകയാണ് നമ്മുടെ. അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ചില വസ്തുക്കളെ നീക്കം ചെയ്യണം. അലൈഹി, ആ ഷഖ്സിന്റെ മേല്, അതായത് പിന്നെ കക്കൂസിലേക്ക് പ്രവേശിക്കുന്ന മണ്ണിന്റെ മേല്, ആ ഖാരിജിന്റെ മേല്, പുറപ്പെടുന്ന ആളുടെ മേല്, അല്ലെങ്കിൽ ദാഖിലിന്റെ മേല് ഉള്ള വസ്തുക്കൾ എന്താക്കണം? ഒഴിവാക്കണം. അലൈഹി മുഅ്ളമായ വന്നിക്കപ്പെടേണ്ടുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യണം, മാറ്റണം. മീൻ ഖുർആനുണ്ട്, അല്ലെങ്കിൽ ഹദീസ് ഉണ്ട്, അതല്ലെങ്കിൽ വല്ല ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഇതുപോലുള്ള ഗ്രന്ഥങ്ങളോ മറ്റോ ഖുർആനോ ഹദീസോ ഒക്കെ ഉണ്ടെങ്കിൽ മുഅ്ളമായതിനൊക്കെ നീക്കം ചെയ്യണം. മീൻ ഖുർആനും വഇസ്മു നബിയ്യൻ, നബിന്റെ പേരുണ്ട്, അത് വേണം. ആ നബി എന്ന് പറയുമ്പോ ഇനിയിപ്പോ റസൂലാണോ, പുതിയ കിതാബ് കൊടുത്തിട്ട് അയച്ചിട്ടുള്ള ആളെ പേരാണോ, കൊടുക്കാത്ത ആളാണോ, അതൊന്നും നോട്ടല്ല.
നബിന്റെ പേരുണ്ട് എങ്കിൽ അത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരാവട്ടെ, അയ്യൂബ് നബിന്റെ ആവട്ടെ, ഇബ്രാഹിം നബിന്റെ ആവട്ടെ, മൂസ നബി, ഈസ നബി, ഇങ്ങനെയുള്ള ഏത് ദാനിയൽ നബി അല്ലെങ്കിൽ സക്കരിയ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ പറയപ്പെട്ട ഏത് പ്രവാചകരുടെ പേരാണെങ്കിലും പറ്റില്ല, മനസ്സിലാക്കണം. വ മലക്കിൻ, ജിബ്രീലിന്റെ പേരാണ്, അല്ലെങ്കിൽ മീക്കാന്റെ പേരാണ്, ഇസ്രാഫിന്റെ പേരാണ്, അസ്രായിന്റെ പേരാണ്, ഇങ്ങനെ ഇവിടൊക്കെ പേരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ഇനി അത് വലവും മുസ്തരിക്കൻ, അത് രണ്ടിലേക്കും ചേർക്കാൻ പറ്റുന്ന പേരുകൾ ഉണ്ടാവും. മുസ്തരിക്കായ പേരുണ്ട്, അസീസ് എന്ന് പറയും. അസീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കുള്ള പേര് ഏതുണ്ട്, ആരുണ്ട്, പിന്നെ അസീസ് അള്ളാഹുവിന്റെ പേരായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിക്സ് ഉള്ളതായാലും പറ്റില്ല. അഹമ്മദ് എന്ന് പേരുണ്ട്, ഒരാൾക്ക് അഹമ്മദ് എന്ന് പേരുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണല്ലോ അഹമ്മദ് എന്ന് അല്ലേ. അപ്പൊ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, സൂറത്ത് സഫി പറഞ്ഞില്ലേ, ശേഷം ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ പേര് അഹമ്മദാണ്. അതല്ല അഹമ്മദ് ഖാദിയാനി പറഞ്ഞത്, ആ പറഞ്ഞതിനെ കുറിച്ചാണ്. അഹമ്മദ് ഖുസിദ ബിഹി, ആ പേരുകളെ കൊണ്ട്, മുസ്തറക്കായ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ മുഅദബൻ, അതിനെ ബന്ധിക്കപ്പെടണമെന്ന് ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ തെറ്റാണ്. പിന്നെ വേറെ വിഷയമാണ്. ഇനി ഇങ്ങനെ പിന്നെ അതിന്റെ ഉള്ളിൽ കടന്നു, അപ്പൊ പിന്നെ ഒരു സ്വസ്ഥ കിട്ടിയ സമയമാണ്. അപ്പോഴിങ്ങനെ സാധനം എന്തായിട്ട് മുന്നിലോ ബാക്കിലോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ഒരാൾ പാട്ടം ഇങ്ങനെ പാടുന്നത് അല്ലേ. അപ്പോ ഒരു പാട്ടോ മൂളിപ്പാട്ടോ വരുന്നുണ്ട്, പാടില്ല, തെറ്റാണ്, ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അതാണ് വയസ്കുത ഹാല ഖുറൂജ് ഖാരിജിൻ, പുറപ്പെടുന്ന വസ്തു പുറപ്പെടുന്ന ഹാലിൽ മിണ്ടാതിരിക്കണം. വലൗ അൻ ഗൈരി ദിക്രിൻ, അത് ദിക്റൊന്നും അല്ല. ദിക്റായ, അതായത് ദിക്റോ സ്വലാത്തോ ഒന്നുമല്ല, ദുആ ഒന്നുമല്ല. അതൊക്കെ ആണെങ്കിലും ശരി, അതിനെ അവന് മാറ്റി വെക്കേണ്ടതാണ്. വഫീ ഗൈരി ഹാലിൽ ഖുറൂജ്, ഖാരിജ് അതായത് മൂത്രമോ കാഷ്ടമോ പുറപ്പെടുന്നാറല്ലോ, ആ പുറപ്പെടുന്ന ഹാല് അവസ്ഥ അല്ലാത്തപ്പോഴാണെങ്കിൽ അയാൾ ഒഴിവാക്കണം. അൻ ദിക്രിൻ, ദിക്റിനെ തൊട്ടൊക്കെ അപ്പോഴും എന്ത് വേണം, ഒഴിവാക്കണം. ദിക്റും സ്വലാത്തും അദാത്തും മൗലൂദും അപ്പോൾ പാടില്ല. പിന്നെയോ വയഅ്ബുദ, കുറച്ച് ആളുകൾ ഇന്ന് ദൂരത്തൊക്കെ ആയിട്ട് വേണം, ആളുകൾ അടുത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. പഴയ കാലത്ത് ഇങ്ങനെയുള്ള പിന്നെ ആധുനിക സജ്ജീകരണങ്ങളല്ലോ, ഒഴിഞ്ഞ സ്ഥലത്തല്ല, അപ്പൊ കുറച്ച് ദൂരത്തേക്ക് പോകണം എന്നർത്ഥം. മാത്രമല്ല ഇനി അങ്ങനെയുള്ളതാണെങ്കിലും കുറച്ച് ദൂരത്ത് തന്നെ നല്ലത്. ഇതാണ് വീടുകളിലൊക്കെ ഉള്ളില് ഒരു റൂം അല്ലെങ്കിൽ 4 റൂമാണെങ്കിലും 4 റൂമിലും ഏതായിരിക്കും കുസുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വീടിന്റെ ഉള്ളിലൊക്കെ അതുണ്ടാക്കി വെക്കുന്നത് ഒരു നല്ല ലക്ഷണമൊന്നുമല്ല, അതൊന്നും ആവശ്യമില്ല. എന്നാൽ ചെയ്യാനൊക്കെ നല്ലത് 1 2 ഒക്കെ അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ അത്യാവശ്യമാണ്, ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട് പുറത്തു പോകാനും കഴിയാത്ത ഒരു പേടി ഒക്കെ ഉള്ള സമയമാണെങ്കിൽ അതുകൊണ്ട് ആവശ്യമാണ്. എന്നാലും സാധാരണ കൂടുതൽ ഉപയോഗത്തിന് പുറത്തൊന്നും ഉണ്ടാക്കൽ തന്നെയാണ് നല്ലത്, കുറച്ച് വിദൂരത്താക്കുക. അതാ പറയുന്നത് വിദൂരത്താണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഷറഹിലൂടെ വിശദീകരിക്കുന്നുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. വയസ്തതിറ, മറക്കുമാണ്. പോയി ഇരുന്നിട്ട് സാധനം ഒഴിവാക്കിയാൽ പോരെ, കാണുന്നതിൽ കാണട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊന്നുമില്ല, മറക്കണം, മറന്നിട്ടാണ് ചെയ്യേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉച്ഛിഷ്ടം ഭൂമിയിൽ കണ്ടിട്ടില്ല എന്നാണ്, ഭൂമി വിഴുങ്ങലായിരുന്നു. എവിടെയും പോയി ഇരുന്നാൽ റസൂലുള്ളാഹി എന്തിന് പോയി എന്ത് വന്നു എന്നുള്ളത് അറിയാത്ത രീതിയിലായിരുന്നു എന്നും കൂടി കാണാനുണ്ട്. വലാ യഖ്ദി ഹാജതു ഫീ മാഇൻ മുബാഹിൻ, ഹലാലായ വെള്ളത്തിലാണ്, എന്നിരുന്നാലും അവിടെ അവന്റെ ഖളാഉൽ ഹാജത്ത് പറഞ്ഞാല് കാഷ്ടിക്കലോ മൂത്രമോ ചെയ്യാൻ പാടില്ല. റാക്കിന് കെട്ടി നിൽക്കുന്ന വെള്ളത്തില് പാടില്ല. മാല യതബഹർ, അതെന്തായിട്ടില്ല, ഇപ്പൊ ഒരു സമുദ്രമാണ്, വലിയ കനാലാണ്, വലിയ തോടാണ്, വലിയ പുഴയാണ്, അവിടങ്ങളിലല്ല പറയേണ്ടത്, അതൊക്കെ നല്ല ഒഴുക്കുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത ചെറിയ കൈത്തോടുകളോ ചെറിയ കുളങ്ങളോ ഒക്കെ ഉള്ള ചെറിയ തവികളൊക്കെ ആയി പോയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ മുതഹദ്ദിസിൻ ഗൈരി മംലൂക്കിൻ ലിഅഹദിൻ, ഒരാൾക്ക് മിൽക്ക് ഉടമാവകാശം ഇല്ലാത്ത സ്ഥലത്തുള്ള പിന്നെ വർത്താനം പറയുന്ന സ്ഥലങ്ങൾ, ഒരാളുടെ അല്ല, പൊതുവാണ്, പൊതുസ്ഥലമാണ്, ഗവൺമെന്റിന്റെ സ്ഥലമാണ്, അവിടെ ജനങ്ങൾ വർത്താനം പറയണം. അവിടെ പോയി കണ്ടാണ് പിന്നെ രണ്ടും ഒഴിവാക്കാൻ നിൽക്കുന്നത്, അത് തെറ്റാണ്. ഇനി തൊരിയക്കിന് വഴികളില്, ഈ വഴികളിലും ഇത് ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാര് പോണ വഴിയാണ്, അവിടെയും ഇതിന് ഒരുങ്ങാൻ പാടില്ല. ശരിയാണോ? ഇനി മറ്റൊരു അഭിപ്രായം, വക്കീല ഒരഭിപ്രായം ഉണ്ട്, യഹ്റുമു തഗവ്വുതു ഫീഹിമ, ഈ 2 സ്ഥലത്തും കാഷ്ടിക്കൽ ഹറാമാണ്. അതായത് ഒരാൾക്കും വിലക്കില്ലാത്ത ജനങ്ങൾ സംസാരിക്കാനിരിക്കുന്ന സ്ഥലത്തും വഴിയിലും ഇത് രണ്ടും ചെയ്യാന്നുള്ളത്, അതായത് ഈ തഗവ്വുത്ത് കാഷ്ടിക്ക എന്നുള്ളത് ഹറാമാണ്. അതുപോലെ തന്നെ തഹ്ത മുസ്മിരിൻ ബി മിൽക്കിഹി ഔ മംലൂക്കിൻ അലിമ റിളാ മാലിക്കുഹു, ഇല്ലേ? അപ്പോ പഴം കാടിക്കുന്ന മഴത്തിന്റെ ചുവട്ടിലും എന്താണ്
ഇത് ചെയ്യാൻ പാടില്ല. ത്വരീഖത്തിന്റെ അവിടേക്ക് അറ്റഫായിട്ട് അവിടെ അത് അവന്റെ ഹാജത്തിനെ വീട്ടാതിരിക്കലാണ്. അപ്പൊ അങ്ങനെ ചെയ്യല് കറാഹത്ത് എന്ന മസലുള്ളൂ, ഹറാമിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതാണ് പഴം കായ്ക്കുന്ന മരച്ചുവട്ടിൽ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ മിൽക്കുള്ളതാണ്.